എന്താടാ സ്വപ്ന ലോകത്താണോ നീ? എന്താ ഒരായുസില് എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ സ്വപ്നത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നീ പോയി ഉറങ്ങിക്കോ, ഞാനിവിടെ കിടന്നോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. റോഷ്, റോഷ്, എഴുന്നേക്കടാ. റോഷ്, ആ വെള്ളം കൊടുത്തേ. റോഷ്, ഒന്ന് വേഗം എഴുന്നേക്കടാ. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. എന്താടാ? ഒരു ഇമ്പോർട്ടന്റ് ന്യൂസിനെ പറ്റി പറയാനാ. ഒരു സീരിയസ് കാര്യം. വേഗം വാ. എന്ത് പറ്റിയടാ? നീ വേഗം എഴുന്നേറ്റ് വാടാ. വേഗം വാ. വാ. എന്താടാ കാര്യം? റോഷ്, രാവിലെ ഞാനൊരു ന്യൂസ് കണ്ടു. എന്ത് ന്യൂസാടാ? ഇന്നലെ ഷേഖ് സയ്യിദ് റോഡില് 9:30 ഒരു ആക്സിഡന്റ്. ശരി, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതല്ല, ആ ആക്സിഡന്റിൽ മരിച്ചത് നന്ദന. അതാ ഷോക്കിംഗ്. അതെങ്ങനെ? ആ സമയത്ത് നന്ദൻ നമ്മുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? അതാണൊന്ന് അത് മനസ്സിലാവുന്നത്. ഫേക്ക് ന്യൂസ് ആയിരിക്കും. ശരിയാ പോട്ടെ. ഡാ, നിനക്ക് വൈകനെ ഓർമ്മയുണ്ടോടാ? അതെങ്ങനെ മറക്കാൻ പറ്റൂടാ? അവള് നിന്റെ ഫസ്റ്റ് ലവർ ആയിരുന്നല്ലോ. ആ, അത് എന്തിനാ അവളെ പറ്റി ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഡാ, അവളും മോളും ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നടാ. ഇവിടെയാ സ്റ്റേ ചെയ്തിരുന്നത്. പോടാ. അങ്ങനെയാണെങ്കിൽ അവളെവിടെ? ഇവിടെ എടാ, ഇവിടെ ഉണ്ടായിരുന്നടാ. ഇവിടെയോ? ഒരുപക്ഷെ ബെഡ്റൂമിലായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. ബെഡ്റൂമിലോ? ഇവൻ എന്തൊക്കെയാ പറയണേ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഈ ലെറ്റർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരവിടെ ഇല്ല. ശരി, ആദ്യം ലെറ്റർ ഒന്ന് വായിക്ക്. റോഷ്, ഞാൻ പോകുന്നു. എൻ്റെ മകളെയും കൂട്ടി. സോറി, നമ്മുടെ മകളെയും കൂട്ടി. ഒന്നും നീ അറിഞ്ഞിരുന്നില്ല. അല്ല, ഞാൻ ഒന്നും നിന്നെ അറിയിച്ചിരുന്നില്ല. ആ സമയത്ത് എൻ്റെ മാരേജ് ടൈമിൽ ഞാൻ നിന്റെ മകളെ കാര്യങ്ങിലായിരുന്നു റോഷ്. പക്ഷെ അപ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ഒരിക്കലെങ്കിലും നമ്മുടെ മകളെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതൊരിക്കലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ല. കുറച്ച് സമയമാണെങ്കിലും അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെയും മോളുടെയും കൂടെ നീ ടൈം സ്പെൻഡ് ചെയ്തില്ലേ? താങ്ക്സ് എ ലോട്ട് റോഷ്. യു ആർ വെൽക്കം. ഇത് വൈകല്ലേ? ഇതല്ലേ വൈക? നോക്കൂ. അപ്പോ നന്ദന്റെ വൈഫാണ് വൈക. അങ്ങനെയാണെങ്കിൽ 9:45 ഷേഖ് സയ്യിദ് റോഡിൽ നടന്ന ആക്സിഡന്റിലെ മരിച്ച നന്ദൻ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് അയാളുടെ വൈഫും മകളും നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? അപ്പോ രാംദേവ് വിളിച്ചു വരുത്തിയ ആത്മാവ് വൈകി
മകളും നന്ദനുമായിരുന്നോ? എനിക്ക് കുറച്ച് സമയം താ പ്ലീസ് 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 പ്ലീസ്. മരണശേഷമാണെങ്കിലും നന്ദനും വൈകയ്ക്കും റോഷനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി റോഷന് പറയാനുള്ളത് സമീറ. സമീ, എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നറിയോ? കുറച്ച് ബിസിയായിരുന്നു. നിന്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അതിലെഴുതിയിരുന്ന ക്യാപ്ഷൻ, ഇറ്റ് വാസ് റിയലി അമേസിംഗ്. റോഷ്, The best thing life has brought to me is you. Thank you for being my partner all the way. നിനക്കറിയാല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫിഷ് സാൽമൺ. സാൽമൺ ഫിഷിന്റെ ഹിസ്റ്ററി നിനക്കറിയാമോ? അനാഥയായി ജനിച്ച് അനാഥയായി തന്നെ മരിക്കും. ഞാനും ഏകദേശം അതുപോലൊക്കെ തന്നെ. ബട്ട് വൺ തിങ്, നിന്നെയും നമ്മുടെ മോളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. റോഷ്, നിങ്ങൾ മാത്രമാണ് എൻ്റെ ലോകം. റോഷ്, അത് കഴിക്കല്ലേ. ഇറ്റ്സ് പോയിസണസ്. ഡോണ്ട് ഈറ്റ് ദാറ്റ്. അതെനിക്കറിയാം സമീറ. അത് നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവാ. ഓക്കെ മൈ ഡിയർ. Rosh, I'm sorry. Please don't do that. Don't eat, Rosh. I'm sorry. അത് നിനക്ക് വേണ്ടി ഞാൻ കഴിക്കാൻ പോവാ. Rosh, no. Don't eat that, please. I love you, Rosh. Rosh. Goodbye. Rosh. Call cut ചെയ്യല്ലേ, Rosh. ജാസിം, ഞാൻ ജാസിമല്ല, ഗോവിന്ദരാജ്. അന്ന് ഞങ്ങളുടെ കോളേജ് ഡേ.